വി.എസിനെതിരായി കേസ് കൊടുക്കും എന്ന് ഉമ്മൻചാണ്ടി വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഉടുക്കുകൊട്ടി പേടിപ്പിക്കൽ. അതായത് തനിക്കെതിരായ അഴിമതി കേസുകളുടെ കണക്ക് തെറ്റായി പറഞ്ഞതിനുള്ള മാനനഷ്ട കേസ്. ഞാൻ ഏതായാലും നിയമ നടപടിയായിട്ട് പോവുകയാണ്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്ത് പിന്നെ നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. നിയമസഭ സ്വീകരിക്കട്ടെ. നിയമ നടപടി സ്വീകരിച്ചാൽ ആ നിയമ നടപടിയെ സഖാവ് വി.എസ് കോടതിയിൽ അത് നേരിടും. യാതൊരു ഭയവും ആ കാര്യത്തിലില്ല. പിന്നെ അങ്ങനെയാണ് ആ കേസിൻ്റെ വിവരങ്ങൾ പറയട്ടെ. ഇങ്ങനെ മുമ്പും ഇങ്ങനെ പല ആളുകളുടെ പേരിലും നടപടി എടുക്കുമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ഒരു നടപടി എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഉമ്മൻചാണ്ടിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന ഒരു സ്ത്രീ സോളാർ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞു. കേസിൻ്റെ വിവരങ്ങൾ പറയട്ടെ. 3 കൊല്ലമായിട്ട് അവർക്കെതിരായിട്ടൊരു കേസെടുക്കാത്ത എന്താ? അപ്പോൾ ഇങ്ങനെ കേസെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കഴിയുന്നവരെ കേസെടുക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞ് ഈ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഉമ്മൻചാണ്ടി കരുതുന്നത്. അത് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല. ഗവൺമെന്റിന് അധികാരം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ തന്നെ കേസെടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് കേസെടുത്തില്ല? 3 കൊല്ലമായിട്ട് ഒരു കേസെടുത്തോ? അപ്പോൾ അങ്ങനെയുള്ള കേസൊന്നും എടുക്കാത്ത ആളുകൾ ഇപ്പം ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? ഞാൻ കൊടുക്കുന്നത് കോടതിയിലായിട്ടുള്ള കേസാണ്. ഒരു മുഖ്യമന്ത്രിക്കെതിരെ തെറ്റായ ഒരു കാര്യം ഉന്നയിച്ചാൽ മന്ത്രിസഭയ്ക്ക് തന്നെ യോഗം ചേർന്ന് പ്രോസിക്യൂഷൻ നടപടിക്ക് തീരുമാനിക്കാം. അങ്ങനൊരു തീരുമാനം ഇതുവരെ എടുത്തില്ലല്ലോ. അപ്പോൾ അത് വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി പറയുന്നതാണ് കേസ് കൊടുക്കുമെന്നൊക്കെ. സരിത കഴിഞ്ഞ 5 കൊല്ലമായി പറയുന്ന കാര്യങ്ങളിൽ ഇതുവരെ ഒരു കടലാസ് പോലും അയക്കാൻ തയ്യാറായിട്ടില്ലാത്ത മുഖ്യമന്ത്രിയാണോ വി.എസിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുന്നത് എന്നത് രസകരമായ ചോദ്യം തന്നെ. എന്തായാലും ഇനിയുള്ള കാലം കൃത്യമായ കണക്കുകൾ മാത്രം എഴുതി വായിക്കാൻ വി.എസ് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.